ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ സരയുവിനോട് പറയണ്ട്, സരയു നീ മുമ്പ് ഇതുപോലത്തെ നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ നിന്നെ കുറച്ചുകൂടി ഞാൻ ഇഷ്ടപ്പെട്ടാന് എന്ന് പറയാണ്. അത് കേൾക്കണം, ആ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും സരയു ഫ്ലാറ്റ് ആയിട്ട് പോവാട്ടോ. കിരൺ ഉദ്ദേശിക്കണ വേറൊന്നുമല്ല, ഇപ്പൊ അങ്ങനെ ചെറിയൊരു ഇഷ്ടമൊന്നും ഉദ്ദേശിക്കണത്, കിരൺ അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിച്ചില്ല. ഒരു ഫ്രണ്ട്, ഒരു അനിയത്തി, കൂടപ്പുറപ്പ് അങ്ങനെയൊക്കെയാണ് കണ്ടത്. അപ്പൊ അതിനേക്കാളും കുറച്ച് നന്നായിട്ട് കണ്ടാനേ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ സരയു വിചാരിക്കുന്നത് സ്നേഹിക്കുമെന്നുണ്ട്. അങ്ങനെ സരയു ഭയങ്കര സന്തോഷമാവാണ്. തിരിച്ച് വീട്ടിലേക്ക് എത്തണ സരയു താരെടുത്ത് വിശേഷങ്ങളൊക്കെ വായതോരെ പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ. കിരൺ ഇന്ന് കല്യാണം എടുത്തു, കല്യാണെ കുറിച്ചുള്ള സംസാരിച്ചെങ്കിലും ഒരുപാട് അങ്ങോട്ട് സംസാരിച്ചതില്ല. അവൻ എന്നെ പുകഴ്ത്താനായിരുന്നു താല്പര്യം. എന്നെ എന്തൊക്കെ അവൻ പറഞ്ഞു എന്നറിയാവോ? ഞാൻ ഒരുപാട് മാറിയെന്നും ഞാൻ ഇങ്ങനെയായിരുന്നു മുമ്പെങ്കിൽ അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചാനെന്ന് വരെ പറഞ്ഞു എന്ന് പറയാണ്. താര പറയുന്നുണ്ട്, കിരൺ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ആക്ഷൻ വഴി. അതെ അങ്ങനെ പറഞ്ഞു, എന്താ അമ്മക്ക് എന്നെ വിശ്വാസമില്ലേ? കിരൺ കല്യാണിനെ മറന്നൊന്നും ചെയ്യില്ല എന്ന് താര പറയുമ്പോ സരയുവിന് ദേഷ്യം വരാണ്. ഈ അമ്മ എന്താ ഏത് നേരവും കല്യാണി കല്യാണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കല്യാണി എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ അമ്മ കല്യാണിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ താര പറയണ്ടേ, എനിക്ക് എന്റെ മോളെ തന്നെയാണ് വലുത്. എല്ലാ അമ്മമാർക്കും അങ്ങനെയാണല്ലോ, സ്വന്തം മക്കള് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുള്ളൂല്ലോ. അപ്പൊ സരയു തന്നെയാണ് വലുതെന്ന് താര പറയുമ്പോ സരയു പറയുന്നുണ്ട്, പിന്നെ എന്തിനാ എപ്പോഴും കല്യാണിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്ക്, ഞാൻ എവിടെ കിടക്കുന്നു, അവൾ എവിടെ കിടക്കുന്നു? അമ്മ ഞങ്ങൾ രണ്ടുപേരും താരതമ്യപ്പെടുത്തല്ലേ. നോക്ക്, കിരൺ ഇപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? കുറച്ചുകൂടി നല്ലതാണെങ്കിൽ എന്നെ സ്നേഹിച്ചാനേന്ന്. ഉറപ്പായിട്ടും നാളെ അവൻ പറയും എന്നെ സ്നേഹിക്കുന്നു എന്ന്. അമ്മ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ അത് പറയും. പിന്നെ കല്യാണിയുടെ ചായ ഭയങ്കര സൂപ്പറാണെന്നൊക്കെയാ ഇന്ന് അവൻ പറഞ്ഞത്. അപ്പോ താരയും പറയണ്ട, അതെ കല്യാണിയുടെ ചായയും ഭക്ഷണവും ഒക്കെ നല്ല സൂപ്പറാണെന്ന് പറയാണ്. സരയു പറഞ്ഞിട്ട്, പിന്നെ അതിനേക്കാൾ സൂപ്പറായിട്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നു, ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അമ്മേ, നാളെ പോകുമ്പോ എനിക്ക് ഒരു ഫ്ലാസ്ക് വേണം. ആ ഫ്ലാസ്കിൽ ചായ ഉണ്ടാക്കി എനിക്ക് അവനെ കൊടുക്കണം, അവനെ ഞെട്ടിക്കണം എന്ന് പറയാണ്. ശരിയെന്ന് താര പറയുന്നുണ്ടെങ്കിലും താരക്കൊലത്തെ ബുദ്ധിമുട്ട് തോന്നാട്ടോ. സരയുവിന്റെ ഈ സ്വഭാവം മാറുമ്പോഴേക്കും വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് താരക്ക്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ സരയു രാവിലെ തന്നെ ചായയൊക്കെ ഫ്ലാസ്കിലാക്കി കിരണ് മയക്കാൻ വേണ്ടി കൊണ്ടുവരുവാണ്. കിരൺ ആ സമയത്ത് ക്യാബിനിലായിരിക്കും. കിരണെ, ഞാൻ കേറിക്കോട്ടെ? നീ എന്തിനാ അനുവാദം ചോദിക്കണേ, കേറി വാടി എന്ന് പറയാണ്. അതെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിനക്ക് ചായ ആയിട്ടാ വന്നിരിക്കണത്. ഓ, അതൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോടി, ഞാനൊരു ദിവസം താരാന്റിയുടെ വീട്ടിൽ വരുമ്പോ ഉണ്ടാക്കി തന്നാ മതിയായിരുന്നല്ലോ. അത് പോരാ, ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഉടനെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ? നീ ഇപ്പൊ തിരക്കിലായിരുന്നുണ്ട്, ഇപ്പൊ അമ്മയുടെ അടുത്ത് വരുന്നൊന്നും ഇല്ലല്ലോ. എടി, ഞാൻ അടുത്ത ദിവസം വരാൻ നിൽക്കുമായിരുന്നു. ദേ, നീ ഇതൊന്ന് കുടിച്ചു നോക്കിയ, നല്ല ചൂട് ചായയാണ്. നീ എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന് എന്ന് പറയാണ്. ശരി, നീ കൊണ്ടുവന്നല്ലേ, ഒരു ഗ്ലാസ് എടുക്ക് എന്ന് കിരൺ പറയാണ്. അങ്ങനെ നമ്മുടെ സരി ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് കിരൺ ഇങ്ങനെ കൊടുക്കാട്ടോ. കിരൺ ഇങ്ങനെ കുറച്ച് ഒരു സിപ്പ് കുടിക്കുമ്പോ തന്നെ കൊള്ളാലോ, ഇത് നീ ഉണ്ടാക്കി തന്നെയാണ്. സത്യം പറ സരയോ, അതോ താരായണി ഉണ്ടാക്കിയതാണോ? കിരണെ, ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത്, ഞാൻ മുമ്പ് കള്ളം പറയുമായിരുന്നു, നുണ പറയുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു, കള്ളത്തരം കാണിക്കുമായിരുന്നു, എല്ലാം ഇപ്പൊ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, നിനക്കറിയാലോ, ഞാൻ ചെറിയൊരു കള്ളം പോലും ഇപ്പൊ പറയാറില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എടി, ഞാൻ വെറുതെ പറഞ്ഞതാടി എന്നിങ്ങനെ പറയാട്ടോ. എന്തായാലും ചായ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കല്യാണം ഉണ്ടാക്കുന്ന ചായയുടെ ഏകദേശം അടുത്ത് വരുന്നുണ്ട് എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും സരുവിന് ഭയങ്കര സന്തോഷമാണ്. നീ എന്താ പറഞ്ഞത്, കല്യാണം ഉണ്ടാക്കണതിന്റെ അടുത്ത് വരുന്നുണ്ടെന്നോ? അതെ. ഹാവു, നീ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കല്യാണം ഉണ്ടാക്കേണ്ട അടുത്തൊന്നും 4 സമയത്ത് കല്യാണം ഉണ്ടാക്കണ പോലെയാണെന്ന് പറയും അല്ലെ? തീർച്ചയായിട്ടും നീ നല്ല ഫുഡ് ഉണ്ടാക്കിയാൽ നല്ലതാന്ന് പറയും. അതിപ്പോ കല്യാണിനേക്കാളും നല്ലത് ഉണ്ടാക്കിയ കല്യാണിനേക്കാളും നല്ലതാന്ന് പറയും എന്നൊക്കെ കിരൺ പറയുമ്പോ സരയുക്ക് വല്ലാതെ സന്തോഷം തോന്നാട്ടോ. സരയു അവിടെ നേരെ സന്തോഷത്തോടു കൂടി ക്യാബിനിൽ പോയിട്ട് വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാണ്. അപ്പൊ ഹരിയേട്ടൻ ചോദിക്കണ്ട്, സരയുവിന് ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലേ? ഇന്ന് ഭയങ്കര സന്തോഷമാണ്. എന്തോ ദിവസം പോകുന്നതോറും ഭയങ്കര സന്തോഷം കൂടി കൂടി വരുവാണ്. മനോഹർ വീണ്ടും ജയിലിൽ പോയോണ്ടാണോ? മനോഹർ ജയിലിൽ പോയാൽ എനിക്ക് സന്തോഷമല്ല സർ, അവ മരിച്ചാലേ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് ഹരിയേട്ടനോട് സരയു പറയാണ്. പെട്ടെന്ന് തന്നെയാണ് ഇവിടെ സ്വഭാവം മാറിയതെന്ന് ഹരിയേട്ടൻ ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിൽ പോവാണ്. അതിന്റെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഉടമസ്ഥനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഓഡിറ്റോറിയം അല്ലേ? അതെ സർ, എന്റെ പേരിലുള്ള ഓഡിറ്റോറിയം ആണ്. അല്ല, ഈ ഓഡിറ്റോറിയത്തിൽ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലേ? മുൻപില് ക്യാമറ ഉണ്ട് സർ. അതെന്താ മുമ്പിൽ മാത്രം, സൈഡിലും പിന്നാമ്പുറത്തൊന്നും ഇല്ലേ? ഇപ്പൊ എല്ലാ ഓഡിറ്റോറിയത്തിലും ഫുള്ളായിട്ട് ക്യാമറ വെക്കാണല്ലോ. അല്ല, ഇതൊരു ചെറിയ ഓഡിറ്റോറിയം ആണല്ലോ. ആര് പറഞ്ഞു? ഇത് നല്ല വലിപ്പമുള്ള ഓഡിറ്റോറിയം ആണ്, എന്താ പുറകെ ക്യാമറ വെക്കാത്തത്? സർ, ബാക്കിൽ ക്യാമറ ഉണ്ടായിരുന്നു, അത് കംപ്ലൈന്റ് ആയിട്ട് 1-2 വർഷമായി. അതെന്താ താൻ ശരിയാക്കാത്തത്? അല്ല, വിവാഹം അതുപോലെ തന്നെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നടത്തുമ്പോ അവിടെ ക്യാമറ അത്യാവശ്യമാണ്, തനിക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണല്ല. പല സമയത്ത് പല സംഭവങ്ങളാണല്ലോ നടക്കുന്നത്, അവിടെ എല്ലായിടത്തും ഇപ്പൊ ക്യാമറ നിർബന്ധമാണ്. വീടുകളിൽ പോലും ക്യാമറ വെക്കുന്നു. പിന്നെ തനിക്ക് ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ എന്താ കുഴപ്പം? ക്യാമറക്ക് അതിന് എത്ര വില വരുമോടോ? 1000-2000 രൂപ, അതിനപ്പുറമൊന്നും വരില്ലല്ലോ. പിന്നെ തനിക്കൊരു ക്യാമറ വെച്ചാൽ എന്താ കുഴപ്പം? സാർ, അത് സോറി സാർ എന്ന് പറയണം. ശരി,
എന്തായാലും മുൻഭാഗത്ത് ക്യാമറ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട് സർ. എങ്കിലേ ആ ക്യാമറയുടെ ആ ഒരു മെമ്മറി കാർഡും കാര്യങ്ങളും എനിക്ക് വേണം. ഈ മാസം 22-ാം തീയതി കഴിഞ്ഞ കല്യാണത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുക്കാനായിട്ടാണ്. ശരി സർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കല്യാണത്തിന്റെ ആ ഒരു മെമ്മറി കാർഡിലുള്ള എല്ലാ വീഡിയോസും, അത് കാർത്തികയുടെ വിവാഹമാണ് നടന്നത്, അതിനെല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ആ എസ് അല്ല CA ചോർത്തി എടുക്കാട്ടോ. പിന്നീട് ആ SIക്ക് ഒരു കാര്യം മനസ്സിലാവണത്, അവിടെ കിരൺ ഒരുപാട് ഓടി നടക്കുന്നുണ്ട്. കിരണിന്റെ കൂടെ വേലും രതീഷും ഒക്കെ ഉണ്ട്. എന്നാ കിരണിനെ തന്നെ ആദ്യം കാണാൻ പോകും. ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം കിരണിനെ തന്നെ കാണാന്ന് പറഞ്ഞിട്ട് CA ആദ്യം പോണത് കിരണിന്റെ വീട്ടിലേക്കാണ്. ബെല്ലടിക്കുമ്പോ കല്യാണിയാണ് വാതിൽ തുറക്കണത്. ആ സാർ, എന്താ സാർ എന്ന് ചോദിക്കുകയാണ്. കിരൺ ഇല്ലേ ഇവിടെ? ആ ഉണ്ട്. കിരൺ വരുവാണ്. ആ എന്താ സാർ ചോദിക്കുമ്പോ, അതെ എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കണമായിരുന്നു. അകത്തേക്ക് കയറട്ടെ? ആ അതിനെന്താ സാർ, വാ. സോറി സാർ, അകത്തേക്ക് വാ. പുതിയ CA ചാർജ് എടുത്തെന്ന് പറഞ്ഞു, പക്ഷെ കാണാൻ സാധിച്ചില്ല. ആ ഇവിടെ കിരണിന്റെ അച്ഛനൊക്കെ ഫേമസ് ആണല്ലോ. പിന്നെ കല്യാണി അതേട്ടോ ഇവിടുത്തെ നല്ലൊരു ഇന്റീരിയർ വർക്ക് ആരാണ്, അതുപോലത്തെ കൺസ്ട്രക്ഷൻ വർക്ക് ആരാന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനിയാണല്ലോ എല്ലാരും പറയണത്. അല്ല, കല്യാണിന്റെ ചേച്ചിയാണ് ഈ കാർത്തികാലെ. അതെ, കല്യാണം കഴിഞ്ഞു. ആ ഞാൻ അറിഞ്ഞു. ഞാൻ ഇപ്പൊ ഗംഗപ്രസാദിന്റെ കേസ് അന്വേഷിക്കുകയാണ്. കേസോ? അവന്റെ കേസ്? എന്ത് കേസാ സർ? അല്ല, അവനെ കാണാതായെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു. ആരാ സർ കംപ്ലൈന്റ്? സ്റ്റെഫി. ഓ, അവള് പരോളിൽ ഇറങ്ങിയോ? ഇറങ്ങുകയും ചെയ്തു. എനിക്കൊരു കംപ്ലൈന്റും തന്നു. അതായത് ഗംഗപ്രസാദെ കാണാനില്ല, ഓഡിറ്റോറിയത്തിൽ വന്ന ഗംഗപ്രസാദിനെ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് തന്നത്. അപ്പൊ അത് അന്വേഷിക്കണമല്ലോ. കൊലപ്പുള്ളിയാണെങ്കിലും അവൻ എന്ത് സംഭവിച്ചത് അന്വേഷിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ നിങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് കാർത്തികയുടെ വിവാഹം നടന്ന ദിവസം, അന്ന് ദിവസം ഗംഗ അവിടെ വന്നിട്ടുണ്ട്. കല്യാണി പറയുന്നുണ്ട്, ഇല്ല അവിടെ ഗംഗ വന്നിട്ടില്ല എന്ന് പറയാണ്. അയ്യോ, അത് കല്യാണിയല്ല, കിരണല്ലേ പറയേണ്ടത്. കിരണെ, അന്ന് ഗംഗ അവിടെ വന്നിരുന്നോ? സർ, ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല സർ. എങ്കിൽ അവൻ അവിടെ വന്നിരുന്നു, അത് ഉറപ്പാണ്. പക്ഷെ അവൻ ഓഡിറ്റോറിയത്തിൽ തിരിച്ചു പോയിട്ടില്ല എന്ന് പറയാണ്. അവന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. ഓഡിറ്റോറിയത്തിലാകെ ഒരു ക്യാമറയേ ഉള്ളൂ. അതുകൊണ്ട് ആ ക്യാമറയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പതിഞ്ഞിട്ടുമില്ല. പിന്നെ പിന്നാമ്പുറത്ത് ക്യാമറ വർക്ക് ആവുന്നില്ല. അതിന്റെ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ഞാൻ അന്വേഷിച്ചു. ഒരു വീട്ടിൽ ക്യാമറയുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ കിരൺ നെട്ടാട്ടോ. എന്താ കിരണ വല്ലാതെ ഷോക്ക് പോലെ. ഗംഗ എങ്ങാനും അങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല സർ, വന്നില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സഹകരണം എന്തായാലും വേണം, തീർച്ചയായിട്ടും എന്ന് കല്യാണി പറയാണ്. കിരണും പണ്ട്, ശരി സർ, ഞങ്ങൾ എന്തായാലും സഹകരിക്കാം. എന്തായാലും അവൻ ആരെങ്കിലും കൊന്നിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊലക്കുറ്റമാണല്ലോ, അയാളും ഒരു കൊലയാളിയാണല്ലോ. അഥവാ കൊന്നു കുഴിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് വേണമല്ലോ. അഥവാ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും മൂലക്ക് കിടക്കുന്നുണ്ടെങ്കിലോ, അതൊക്കെ അന്വേഷിച്ചു. അവിടെ ഒന്നും അവനില്ല. പക്ഷെ അവൻ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. അപ്പൊ അത് അന്വേഷിക്കണം. അതാണിപ്പോ എന്റെ ഉത്തരവാദിത്തം. പിന്നെ കേരള പോലീസും തമിഴ്നാട് പോലീസും ഒരുപോലെ അന്വേഷണം പിടികിട്ടാ പുള്ളിയാണല്ലോ. അപ്പൊ അവനെ കാണാതായാൽ അന്വേഷിക്കാൻ വേണമല്ലോ. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നാണ്. ശരിയെന്നാ, പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് ആ CA അവിടുന്ന് പോകുന്നുണ്ട്. CA പോയി കഴിയുമ്പോഴേക്കും കല്യാണിയും ചോദിക്കണ്ടേ, എന്താ കിരണേട്ടാ? ഒരു സംശയത്തോടെയാണല്ലോ CA സാർ വന്നത്. എനിക്കറിയില്ല കല്യാണി എന്ന് കിരൺ പറയാണ്. കല്യാണിക്ക് ചെറിയ സംശയം തോന്നാണ്. ആ സമയത്താണ് കല്യാണി വേഗം തന്നെ പിന്നാമ്പുറത്തേക്ക് പോയിട്ട് ആ തെങ്ങന്തായി നോക്കാണ്. ആ തെങ്ങന്തായി എടുത്തേക്കണ വട്ടത്തിലല്ല, നീളത്തിലാണ് കുഴി എടുത്തേക്കുന്നത്. കല്യാണിക്ക് സംശയം തോന്നാണ്. അങ്ങനെ കിരണോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കിരൺ ഒന്നും സമ്മതിച്ചു തരുന്നില്ല കേട്ടോ. പക്ഷേ ഈ CA ഉണ്ടല്ലോ, അയാൾ കേസ് അന്വേഷിക്കുന്നുണ്ട്, കേസ് തെളിയിക്കുന്നുണ്ട്. കിരണാണ് കൊലപാതകം ചെയ്തു എന്നാണ് പറയണേത്. പക്ഷെ കിരണിനെ പിടിക്കണ മുമ്പ് ആ യഥാർത്ഥ കൊലയാളി അവിടെ വരിക തന്നെ ചെയ്യും. അതാണ് സസ്പെൻസ് കേട്ടോ. എന്തായാലും കിരൺ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴെങ്കിലും ആ യഥാർത്ഥ കൊലയാളി എന്തായാലും മറ നീക്കി പുറത്തേക്ക് വരും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.